ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇഷ്ടപ്രകാരമാകും രാജ്യം പ്രവർത്തിക്കുകയെന്ന വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശാസന. ഡിസംബർ 17-ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം ജഡ്ജി അനുസരിച്ചിരുന്നു. വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ജസ്റ്റിസ് യാദവിനോട് സുപ്രീം കോടതി കൊളീജിയം വ്യക്തമാക്കി. വഹിക്കുന്ന ഭരണഘടനാ പദവിയുടെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്നും സുപ്രീം കോടതി കൊളീജിയം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോട് നിർദ്ദേശിച്ചു. ഈ പരാമർശങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഇന്നലെ സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെ ഹാജരായത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ കൊളീജിയത്തിന് മുമ്പാകെയാണ് ജസ്റ്റിസ് യാദവ് ഹാജരായത്. തന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത മാധ്യമങ്ങൾ വിവാദമാക്കുകയായിരുന്നുവെന്ന് ജസ്റ്റിസ് യാദവ് കൊളീജിയത്തിന് മുമ്പാകെ വിശദീകരിച്ചു. എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമല്ലെന്ന് സുപ്രീം കോടതി കൊളീജിയം ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ അറിയിച്ചു. തുടർന്നാണ് ജസ്റ്റിസ് യാദവിനോട് കടുത്ത അതൃപ്തി സുപ്രീം കോടതി കൊളീജിയം അറിയിച്ചത്. മുൻവിചാരം ഇല്ലാതെ നടത്തിയ പരാമർശങ്ങൾക്കാണ് ജസ്റ്റിസ് യാദവിനെ കൊളീജിയം ശാസിച്ചത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ കോടതി മുറിക്കുള്ളിലും പൊതുചടങ്ങുകളിലും നടത്തുന്ന പ്രസ്താവനകൾ അവർ വഹിക്കുന്ന ഭരണഘടനാ പദവിയോട് മാന്യത പുലർത്തുന്നത് ആയിരിക്കണമെന്ന് സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാകരുത് പ്രസ്താവനകളെന്നും കൊളീജിയം ജസ്റ്റിസ് യാദവിനോട് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, ഋഷികേശ് റോയ്, അഭയ് എസ്കോ എന്നിവരടങ്ങിയ സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെയാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഹാജരായി വിശദീകരണം നൽകിയത്. കൊളീജിയം നടപടികൾ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ജഡ്ജിയുടെ പരാമർശം. പരിപാടിയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഏകീകൃത സിവിൽ കോഡ്, ബഹുഭാരിത്വം ഉൾപ്പെടെ വിഷയങ്ങളിലെ പ്രസ്താവനയാണ് വിവാദമായത്. ഒരു സമുദായം കുട്ടികളെ അഹിംസയും കാരുണ്യവും സഹിഷ്ണുതയും പഠിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുകയാണെന്നും ജഡ്ജി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയതിനിടയിലാണ് സുപ്രീം കോടതിയുടെ പുതിയ നീക്കം. എന്നാൽ ഇംപീച്ച്മെന്റിനെ കൊളീജിയം അനുകൂലിക്കുന്നില്ല. ഇത് ജഡ്ജിക്ക് ആശ്വാസമാണ്. രാജ്യസഭയിലെ സ്വതന്ത്ര MP ആയ അഡ്വക്കേറ്റ് കപിൽ സിബലാണ് ഇംപീച്ച്മെന്റ് ആവശ്യവുമായി ആദ്യം രംഗത്തെത്തിയത്. തുടർന്ന് ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്റ് അംഗങ്ങളും ചേരുകയായിരുന്നു. ജഡ്ജസ് ഇൻക്വയറി ആക്ടും അതുപോലെ ഭരണഘടനാ വ്യവസ്ഥകളും പ്രകാരം ഇംപീച്ച് ചെയ്യണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. ജഡ്ജിയുടേത് വിദ്വേഷ പ്രസംഗമാണെന്ന് ഓൾ ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചിരുന്നു. സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ നടപടി സ്വീകരിക്കണം. സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആശയത്തിന് ജുഡീഷ്യറിക്കുള്ളിൽ നിന്ന് തന്നെ തുരങ്കം വയ്ക്കുകയാണെന്ന് യൂണിയൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓക്സിജൻ പുറത്തുവിടുന്ന മൃഗമാണ് പശുവെന്നും അതിനാൽ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നും നിർദ്ദേശിച്ചതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ജഡ്ജ് ശേഖർ കുമാർ യാദവ്.